BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി ഹൈബീഡൻ MP സംഘടിപ്പിക്കുന്ന ഓട്ടോ വെൽനസ് ക്യാമ്പിന്റെ ആദ്യ ക്യാമ്പിൽ 824 പേർ പങ്കെടുത്തു. എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ എറണാകുളം നഗരം, വൈറ്റ്ല, പാലാരിവട്ടം, ഇടപ്പള്ളി, ചിറ്റൂർ, ചേരാനല്ലൂർ പ്രദേശങ്ങളിലെ ഓട്ടോ തൊഴിലാളികളാണ് പങ്കെടുത്തത്. BPCL കൊച്ചിയുടെ CSR പിന്തുണയോടെ ഇടപ്പള്ളി ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജീവിതശൈലി രോഗനിർണയത്തിന് ആവശ്യമായ രക്തപരിശോധന നടത്തുന്നതിന് വേണ്ട സാമ്പിളുകൾ ക്യാമ്പിൽ ശേഖരിച്ചു. പരിശോധന പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റിസൾട്ടുകൾ ഓരോരുത്തരുടെയും വാട്സാപ്പിൽ ലഭ്യമാകും. ദന്തപരിശോധനയ്ക്കും കാഴ്ച പരിശോധനയ്ക്കും കേൾവി പരിശോധനയ്ക്കും സൗകര്യമൊരുക്കിയിരുന്നു. കണ്ണട ആവശ്യമായി വരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും തൊട്ടടുത്ത ദിവസം തന്നെ അവ വിതരണം ചെയ്യുമെന്നും ഹൈബീഡൻ MP പറഞ്ഞു. അത്യാധുനിക രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രജിസ്ട്രേഷൻ മുതൽ അവസാന പരിശോധനയും കഴിഞ്ഞ് ഡോക്ടറെ കണ്ടതിന് ശേഷം മുഴുവൻ വിവരങ്ങളും പ്രിന്റായി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന രീതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മാനസികാരോഗ്യം, ഭക്ഷണ ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം ഏർപ്പെടുത്തിയിരുന്നു. ഡയബറ്റിക് സ്കാനിംഗ്, ശ്വാസകോശ സംബന്ധമായ പരിശോധനയ്ക്കുള്ള PFT, ECG സംവിധാനങ്ങളും സജ്ജീകരിച്ചിരുന്നു. ജനറൽ മെഡിസിൻ, പൾമണറി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനവും ഫിസിയോതെറാപ്പി കൺസൾട്ടേഷനും ഉണ്ടായിരുന്നു. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് തൊഴിലെടുക്കുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ഹൈബീഡൻ MP പറഞ്ഞു. മണ്ഡലത്തിലെ ബാക്കി 6 ഇടങ്ങളിൽ ഉടൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളം MLA TJ വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉമാ തോമസ് MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, നടൻ ശ്രീകാന്ത് മുരളി, INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി, IWC സംസ്ഥാന സെക്രട്ടറി റഷീദ് താനത്ത്, BPCL ജനറൽ മാനേജർ K ജോൺസൺ, ചീഫ് മാനേജർ വിനീത് M വർഗീസ്, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ ഹസൈൻ, ഡയറക്ടർ ഡോക്ടർ ആഷ്ന ഹനീഷ്, ജനറൽ മാനേജർ MM ഷിയാസ്, ഒപ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ലോറ എഡിസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ ബിസിനസ് ജെറ്റ് ടെർമിനൽ പ്രദർശിപ്പിച്ചിട്ടുള്ള തന്റെ നവരസഭാവങ്ങൾ കാണാൻ കലാമണ്ഡലം ഗോപി എത്തി. പച്ച വേഷപ്പകർച്ചയിൽ ഗോപിയാശാന്റെ 9 രസഭാവങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ തനിമ ചോരാതെ പെയിന്റിംഗിൽ ആവിഷ്കരിച്ചാണ് സിയാലിൽ സൂക്ഷിച്ചിട്ടുള്ളത്. വയ്യായ്മയുണ്ടെങ്കിലും ഒരു ദിവസം മുഴുവൻ ആശാൻ കഥകളി വേഷം ധരിച്ച് സിയാലിനായി ഭാവപ്രകാശം നടത്തുകയും അവയെ ഫോട്ടോഗ്രാഫുകളിലാക്കി ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് പെയിന്റിംഗിൽ ആവിഷ്കരിക്കുകയുമായിരുന്നു. ഒരു യാത്രാ സംവിധാനം എന്നതിലപ്പുറം വിമാനത്താവളത്തിൽ കലാസാംസ്കാരിക വേദി ഒരുക്കുകയാണ് സിയാലെന്നും മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് പറഞ്ഞു. കേരളത്തിന്റെ കലാകാരന്മാർക്കും അവരുടെ കലാസബരിക്കും കൊച്ചി വിമാനത്താവളത്തിൽ ഇടങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കലാമണ്ഡലം ഗോപിയുടെ നവരസ പെയിന്റിംഗ് ബിസിനസ് ജെറ്റ് ടെർമിനൽ ഒരുക്കിയിട്ടുള്ളതെന്നും സുഹാസ് പറഞ്ഞു. സിയാൽ പോലുള്ള അഭിമാന സ്ഥാപനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. പ്രോത്സാഹനമുണ്ടെങ്കിൽ ക്ലാസിക്കൽ കലാരൂപങ്ങൾ നിലനിൽക്കും. ഓരോ കലാപ്രദർശനങ്ങൾക്ക് പിന്നിലും നീണ്ടകാലത്തെ പ്രയത്നം ആവശ്യമാണ്. വിമാനത്താവളങ്ങൾ പോലെ രാജ്യാന്തര യാത്രക്കാർ എത്തുന്ന ഒരു സ്ഥലത്ത് ഇത്തരം പ്രദർശനങ്ങളിലൂടെ കലാകാരന്മാർക്ക് നൽകുന്ന പിന്തുണ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രൊജക്ട് കോർഡിനേറ്ററും കഥകളി പണ്ഡിതനുമായ ഡോക്ടർ രാജശേഖർ P, ചിത്രകാരൻ മോപ്പസാങ് വാലത്ത്, കഥകളി ഗായകൻ കോട്ടയ്ക്കൽ മധു, വിമാനത്താവള ഡയറക്ടർ G മനു, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സജി K ജോർജ്, K വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ചപ്പോൾ എടവനക്കാട് പഞ്ചായത്തിന് നിരാശ. ഇളവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താക്കി പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണങ്ങൾ തുടരുമെന്ന സൂചനയാണ് പുതിയ ഭൂപടം നൽകുന്നത്. വൈപ്പിനിലെ മറ്റ് പഞ്ചായത്തുകൾ നിയന്ത്രണങ്ങൾ കുറഞ്ഞു മെച്ചപ്പെട്ട സ്ഥിതിയിലായപ്പോഴാണ് എടവനക്കാട് ഈ അവസ്ഥ തുടരുന്നത്. പുതിയ ഭൂപടം തയ്യാറാക്കുമ്പോൾ പൊക്കാളിപ്പാടങ്ങളെയും ചെമ്മീൻ കെട്ടുകളെയും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന്റെ ആനുകൂല്യം എടവനക്കാട് പഞ്ചായത്തിന് കാര്യമായി നൽകിയിട്ടില്ലെന്നും ഈ വിഷയത്തിൽ പ്രക്ഷോഭരംഗത്തുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹിയായ AK സലിഹരൻ ചൂണ്ടിക്കാട്ടി. ഇതുമൂലം പഞ്ചായത്തിൽ ഒട്ടേറെ പേർ വീട് നിർമ്മാണത്തിന് നേരിടുന്ന തടസ്സം മാറ്റമില്ലാതെ തുടരും. പുതിയ ഭൂപടത്തിൽ ചെമ്മീൻ പാടങ്ങളുടെ തുമ്പുകളെ വേലിയേറ്റ രേഖയാക്കി മാറ്റുമെന്നുള്ള ഉറപ്പ് എടവനക്കാട് പഞ്ചായത്തിൽ സർക്കാർ പാലിച്ചില്ലെന്നും ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ നടത്തിയ പബ്ലിക് ഹിയറിംഗിൽ സമർപ്പിക്കപ്പെട്ട പരാതികൾ
പരാതികളും സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഫലത്തിൽ പഞ്ചായത്തിലെ കുറച്ച് മേഖലകൾക്ക് തീരദേശ പരിപാലന നിയമം മൂലമുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണം മാറ്റമില്ലാതെ തുടരുന്ന സ്ഥിതിയാണ്. സംസ്ഥാന പാതയ്ക്ക് കിഴക്ക് കുഴുപ്പള്ളി തോട് മുതൽ പഴങ്ങാട് തോട് വരെ വേലിയേറ്റ രേഖ പുതിയ ഭൂപടത്തിൽ വരച്ചിരിക്കുന്നതെന്നും തെറ്റായിട്ടാണെന്നും സലിഹരൻ പറയുന്നു. റോഡിന് പടിഞ്ഞാറ് പഴങ്ങാട് തോട് മുതൽ അണിയിൽ തോട് വരെയും ഇതുതന്നെയാണ് ഭൂപടത്തിന്റെ അവസ്ഥ. കൂടാതെ സെയ്ദ് മുഹമ്മദ് റോഡിന്റെ വടക്ക് ഭാഗത്തേക്ക് പഞ്ചായത്ത് അതിർത്തി വരെയുള്ള ഭാഗത്തും ഇതേ അപാകതയുണ്ട്. ഇതുമൂലം ഈ മേഖലകൾ നിർമ്മാണ നിയന്ത്രണമുള്ള പ്രദേശങ്ങളായി തുടരും. അതേസമയം സംസ്ഥാന പാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെയ്ദ് മുഹമ്മദ് റോഡിന് തെക്കോട്ട് പഴങ്ങോട് തോട് വരെയും കണ്ണുപിള്ളക്കെട്ട് പരിസരവും നേരത്തെ ഉണ്ടായിരുന്ന ഭൂപടത്തിൽ നിന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇവിടെ വീട് നിർമ്മിക്കാൻ കഴിയും. റോഡിന് കിഴക്ക് പഴങ്ങാട് തോടിനും അണിയിൽ തോടിനും ഇടയിലുള്ള പ്രദേശം തീരദേശ പരിപാലന നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.